ഹലോ എവരിബഡി, ഇന്ന് ഞാനിവിടെ ഒരു കോളിഫ്ലവർ മഞ്ചൂരിയനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കോളിഫ്ലവർ ഞാൻ നിങ്ങളെ കാണിക്കാൻ, ബാക്കിയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ഒരു സബോള ചെറുതായിട്ട് ഇതുപോലെ അരിയണം, ഈ വലിപ്പത്തിൽ അരിഞ്ഞത് ഒരു സബോള, ഒരു ക്യാപ്സിക്കവും അതുപോലെ ആ വലിപ്പത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4 വെളുത്തുള്ളിപ്പോട് അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫ്രൈ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒരു ബാറ്ററി മുക്കുവരിഞ്ഞ ആ ബാറ്റർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: മൈദാമാവ്, കോൺഫ്ലോർ, കുരുമുളക് പൊടി, ഉപ്പ്. പിന്നെ ഇത് നമ്മൾ റിഫൈൻഡ് ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ 3 സോസുകൾ വേണം ഇതിന്. ഇത് റെഡ് ചില്ലി സോസാണ്, റെഡ് ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്. കോളിഫ്ലവറിൻ്റെ പൂവ് ഇങ്ങനെയാണ് ചെറുതാക്കുന്നത് കേട്ടോ, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഈ തണ്ടിനിങ്ങനെ നീളം കൂടിയെന്ന് കണ്ടാൽ നമുക്കത് ഇച്ചിരി കുറയ്ക്കാം. ഇത് അരിഞ്ഞ് കഴിഞ്ഞേച്ച് നമ്മളിത് കോളിഫ്ലവർ ആകുമ്പോൾ എപ്പോഴും വല്ല പുഴുവോ എല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക. ഇത് പാത്രത്തിൽ കുറേ ഉപ്പിട്ടിട്ട് നമ്മൾ അതിലോട്ട് ഈ പൂവെല്ലാം, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പൂവെല്ലാം മാറ്റുകയാണ്. എന്നിട്ടിവിടെ ഞാൻ വെള്ളം വെട്ടിത്തിളച്ച് ഈ വെള്ളം ഇതിലോട്ട് ഒഴിക്കും. ഇതൊഴിച്ച് നമ്മൾ അടച്ചു വയ്ക്കണം. ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞ് നമുക്ക് നല്ല വെള്ളത്തിൽ പിന്നെ ഇത് ഒന്ന് ഒലച്ചെടുത്തിട്ട് ഈ വെള്ളം കളയാൻ അടച്ചു വയ്ക്കും. ഈ ഓട്ടപാത്രത്തിൽ ഇട്ട് വയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ആ ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം കോൺഫ്ലവർ ഇതുപോലെ ഒരു ചെറിയ കപ്പിൽ, നിങ്ങളുടെ ചെറിയ കപ്പുണ്ട് അതിലെടുക്കുക. ഒരു കപ്പ്. അതുപോലെ തന്നെ നമ്മൾ മൈദാമാവ് എടുത്ത് വെച്ചിരിക്കുന്നതും ഒരു കപ്പ്. നല്ലപോലെ രണ്ടും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിൻ്റെ ഒരു ഏകദേശം 1 സ്പൂണ്, ഫുള്ള് ഇട്ടിട്ടില്ല. 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇടും. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് ഇതിൽ. ഈ കോളിഫ്ലവർ എടുത്തത് ഞാൻ ഏകദേശം 400 ഗ്രാം ഉണ്ട് കേട്ടോ. വലിയൊരു 750 കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് അതിൻ്റെ പൂയിലയും ഇതുമെല്ലാം കളഞ്ഞപ്പോൾ കിട്ടിയതാണ്. 425 ഗ്രാമോളം ഉണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇടുകയാണ്. 1 സ്പൂൺ ഓൾറെഡി ഇട്ടു, ഇത് 1/2 സ്പൂണ്.
ഉപ്പ് പിന്നെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിടാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്പൂൺ ഒന്നിട്ടിട്ടില്ല, ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിനെ ഒത്തിരി അങ്ങ് വെള്ളമാകണ്ട, കുറച്ച് എന്ന് വെച്ചാൽ ഈ കോളിഫ്ലവറൊക്കെ ഇതിൽ നല്ലപോലെ സോക്ക് ചെയ്തിരിക്കണം. അത്തന്നെയുള്ള ഇച്ചിരി നല്ലപോലെ കട്ടയില്ലാതെ ഇതെല്ലാം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഇച്ചിരി നല്ല വെള്ളത്തിലും ഒക്കെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുക. ഇപ്പോൾ ഇതേ ബാറ്റർ ആണെങ്കിൽ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല ഇതായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഉപ്പ് നോക്കിയായിരുന്നു ഞാൻ. ഇതിനാവശ്യത്തിന് ഉപ്പുണ്ട്, 1/2 സ്പൂണ്, ഏകദേശം 3/4 സ്പൂൺ ഇട്ടപ്പോഴത്തേക്ക് ഉപ്പുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ ബാറ്ററിലോട്ട് മുക്കണം. കുറച്ചാദ്യം ഇട്ട് അതിനെ നല്ലപോലെ ഒന്ന് ഇത് ചെയ്തിട്ട് അടുത്ത ബാറ്റർ വെക്കും. ഞാൻ അടുപ്പ് കത്തിച്ച് അതിലോട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ നമ്മളിത് കഴിയുന്നതും ഒന്നിനോട് തൊടാതെ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കണം. കൈ കൊണ്ട് തന്നെ ഇടുന്നതാണ് നല്ലത്. മൂത്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ ഇത് തിരിച്ചിടണം നമ്മൾ. കോളിഫ്ലവറൊക്കെ നല്ലപോലെ നമ്മുടെ കോളിഫ്ലവറൊക്കെ വറുത്ത് 2 പ്രാവശ്യമായിട്ടാണ് ഇട്ടത്. ഒരു പ്രാവശ്യം പറ്റാത്തതുകൊണ്ട് എല്ലാം ഈ പരുവത്തിൽ എത്ര ആയാലും നമ്മൾ ഒട്ടിപ്പിടിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒട്ടിയാൽ അതൊന്ന് പതുക്കെ തണുക്കുമ്പോൾ എടുത്ത് അവനത് ഒന്ന് 2 ആക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഊന കൂട്ടിയതേ 2 കണ്ടോ, 2 ഫ്ലവർ. നമ്മളിനി എല്ലാം ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇവരെ ഒന്ന് വേർപെടുത്തണം. അധികം ഒന്നും ആയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് കുറേശ്ശെ ഇട്ടുകൊണ്ട് നമുക്ക് പിന്നെ ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ സോസ് എങ്ങനെ ചേർക്കുന്നതെന്നുള്ളതും കൂടെ ഒന്ന് ചെയ്തിട്ട് പോകും. ഇത് റെഡ് ചില്ലി സോസാണേ. കുരുമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് അധികം ഇടുന്നില്ല. ഒരു 1.5 ചെറിയ സ്പൂൺ. സോയ സോസ് ഒരു 1.5 ഒഴിക്കാം. ഒരു കുറച്ച് വീണ് പോയി. ഇത് നമ്മുടെ ടൊമാറ്റോ സോസാണിത്. ടൊമാറ്റോ സോസ് നമുക്ക് 2 സ്പൂൺ ഒഴിക്കാം. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് റെഡ് ചില്ലി സോസുണ്ട്, ടൊമാറ്റോ സോസുണ്ട്, സോയ സോസുണ്ട്, കുറച്ച് പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂണേ ഉള്ളേ. അതെടുത്തിട്ട് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കണം.
ഇതുകൂടെ നമുക്ക് ഈ സോസിൻ്റെ കൂടെ കൂട്ടാം. ഇനി നമുക്ക് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് പോവുക. പാത്രത്തിൽ നമ്മളിത് ഫ്രൈ ചെയ്ത കുറേ എണ്ണ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് മാറ്റി ഇതിനൊരു മയം എണ്ണ മതി. ഇതൊന്ന് ചെറുതായിട്ട് ഇതായാൽ മാത്രം മതി. ആദ്യം നമ്മൾ സവോളയാണ് ഇടുന്നത്. സവോളയുടെ കൂടെ തന്നെ അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിരിക്കുന്നത് ഇടും. നമ്മൾ ക്യാപ്സിക്കം ഇടും. ഇതൊക്കെ അങ്ങനെ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഇടാം. ഞാനിത് വറുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലായിട്ട് വെച്ചത്, കൂടുതൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വടിയാൻ വേണ്ടിയിട്ട്. നല്ലപോലെ എല്ലാം ഒന്ന് മിക്സായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ ഇതിലോട്ട് ഇപ്പം നമ്മൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ കോളിഫ്ലവർ മഞ്ചൂരിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ, അതായത് കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡി ആയിരിക്കുന്നു. ഇത് വളരെ വേഗത്തിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ സോസൊക്കെ എന്തായാലും ഇതിന് വേണം. നിങ്ങളെല്ലാവരും ഒരു 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. ഇത് വറുത്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ കുറച്ച് പ്രയാസമുള്ളത്. ഇതിപ്പോൾ 450 ഗ്രാമോളം ഉണ്ടായിരുന്നു. കുറേശ്ശെയൊക്കെ എടുക്കുകയാണെങ്കിൽ വേഗം വറുത്തെടുക്കാനൊക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ പറയുക, എങ്ങനെ കൊള്ളാമോ അതോ എന്തെങ്കിലും കൂടിപ്പോകുന്നോ അതൊക്കെ പറയുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.